ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ വ്ളോഗിൽ ഞാനും ജാഫർക്കയും മാത്രമേ ഉള്ളൂ കേട്ടോ. അതെ, വേറെ ഒന്നും കൊണ്ടല്ല. സമയം എത്രയും സമയം 11:49 കാണുന്നുണ്ട്. ഐസിയും ലൂയും ഉറങ്ങുക കേട്ടോ. അപ്പോൾ നൈറ്റ് ഞങ്ങൾക്കൊരു ക്രേവിങ്സ് ആണ്. അത് പൊതുവേ എനിക്ക് താഴെ പോയിട്ട് എന്തെങ്കിലും എടുക്കുക, തിന്നുക. ഒന്നാമത് വേറെ ഒന്നും കൊണ്ടല്ല, ബേക്കറി മിക്സ്ചർ എന്നും പറയും. ഒന്നാമത് ഇവരൊക്കെ ഉറങ്ങുമ്പോഴേക്കും 11:30 അല്ലെങ്കിൽ 11:15, 11 മണി അങ്ങനെ. അപ്പൊ ഇവരൊക്കെ ഉറക്കി കഴിയുമ്പോഴേക്കും ഐസ് വേഗം ഉറങ്ങും. അപ്പൊ എനിക്ക് വിശക്കും. അപ്പൊ ഞങ്ങൾ ആദ്യം വിചാരിച്ച് ഓംപ്ലേറ്റ് ഉണ്ടാക്കാം. അപ്പോൾ നോക്കുമ്പം ഓൾറെഡി ഞങ്ങൾ മുട്ട കഴിച്ചു രാത്രി. പിന്നെ അപ്പോൾ ഇനി ജ്യൂസ് അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കുമ്പോൾ മിക്സിൻ്റെ സൗണ്ട് പ്രശ്നമാണ്. അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ലല്ലോ. പരിപാടി ഉള്ളത്. അവസാനം ഞങ്ങൾ പഴം വാട്ടാൻ തീരുമാനിച്ചു. അപ്പൊ ഗൈസ്, നമുക്ക് മെല്ലെ താഴോട്ട് പോകാം. പഴം ഉണ്ടോ അവിടെ? 1-2 ഉണ്ടാവും. പോയി നോക്കാം. വാ, നമുക്ക് ഞാൻ ബാക്ക് ക്യാമറ ആക്കാം. ഈ ലൈറ്റ് ഓഫ് ചെയ്തു. മെല്ലെ വാതിൽ തുറന്നു. ഓക്കെ, എല്ലാരും ഉറങ്ങണ്. കുഞ്ഞാമ ഉറങ്ങി. ഇവിടെ ലൈറ്റ് ഇടണ്ട കേട്ടോ. ഇല്ല, ഒരു എണീക്കില്ല. എണീക്കുകയാണെങ്കിൽ നമ്മൾ സൗണ്ട് കേൾക്കുമല്ലോ. ഗൈസ്, ഞാൻ ഇവിടുന്ന് വല്ലാണ്ട് വർത്താനം പറയുന്നില്ല. അഥവാ ചെറുപ്പയും മമ്മിയും എണീറ്റാലോ. നിങ്ങൾ ചെറുപ്പൻ്റെ റൂമിൻ്റെ വാതിൽ മെല്ലടച്ചു. മെല്ലടച്ചു. അമർത്തി അടയ്ക്കണ്ട, സൗണ്ട് കേൾക്കണ്ട. ഞാനിവിടെ ഒന്നും ലൈറ്റ് ഇടുന്നില്ല കേട്ടോ. ചെറുപ്പം എണീറ്റ് വരും. ഇവിടെ ലൈറ്റ് ഇടാം, അല്ലെങ്കിൽ പിന്നെ ഇവർ ഇരിക്കൂലേ. നിങ്ങളെന്തിനാ ഇരുട്ട് കാണിക്കാൻ വിളിച്ചതാണോ? അല്ലാണ്ട് നിങ്ങൾ ഉണ്ടാക്കൂലല്ലോ. മെച്ചി ചെറുപ്പാക്കുള്ള ഇതൊക്കെ രാവിലത്തേക്കുള്ള സെറ്റാക്കി വെച്ച് കിട്ടോ. അതെന്താന്ന് എനിക്കറിയില്ല. ഭാഗ്യമുണ്ട്. ഈത്തപ്പഴം തന്നെ ചൂടുവെള്ളത്തിലിട്ട് വെച്ചിരിക്കുക. രാവിലെ ജ്യൂസ് അടിക്കുക. പാല് വാങ്ങാനുള്ള പാത്രം ഇവിടെ ആക്കി വെച്ചിട്ടുണ്ട്. ഭാഗ്യത്തിൽ 3 പഴമുണ്ട്. മൂന്ന് പഴമുണ്ട്. അപ്പോൾ ഇതിലൂടെ നമുക്ക് നമ്മളെ വിശേഷങ്ങളും പങ്കുവെക്കാം. എനിക്ക് രാത്രി ഭയങ്കര വിശപ്പാ. എനിക്ക് പൊതുവെ വിശപ്പൊന്നുമില്ല, പക്ഷെ രാത്രി ഇങ്ങനെ എന്തെങ്കിലും കഴിച്ചാലും ഓക്കെ. അല്ലെങ്കിൽ നമ്മൾ നട്ട്സോ ജ്യൂസ് അടിക്കാൻ പഴം വാട്ടിട്ട് തിന്നുക. ഇത്രേ ഉള്ളൂ. ഞാൻ ജ്യൂസ് അടിക്കാന്നാ വിചാരിച്ചത്. പക്ഷെ ജ്യൂസ് അടിക്കുമ്പോൾ മിക്സി ഓണായാൽ ഉറക്കുമായിരുന്നു. ജാഫർക്ക് എല്ലാത്തിനും എനിക്ക് നിന്ന് തരും കേട്ടോ. പാവം നിന്നിരുന്ന് വെച്ചാൽ വീഡിയോക്ക് വേണ്ടി നിന്നിരുന്നല്ല ഉദ്ദേശിച്ചത്. ഇനിയിപ്പോൾ രാത്രി വിശക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ജാഫർക്ക് താഴെ വന്ന് പൊക്കലാണോ? അല്ലല്ല, സീരിയസ് ആയിട്ടോ ഒക്കെ എനിക്ക് ചെയ്തു തരും കേട്ടോ. കുഞ്ഞി പഴമാണ്, അതുകൊണ്ട് നമുക്ക് 3 എടുക്കാം. അല്ലെങ്കിൽ നമ്മൾ ഉണ്ടാക്കിയതിന് കാര്യം ഉണ്ടാവില്ല. ചെറിയ പഴല്ലേ? കുഞ്ഞി പഴം. ലൂയ്ക്ക് വേണ്ടിയിട്ടാട്ടോ ഇങ്ങനത്തെ കുഞ്ഞി പഴം കൊണ്ടിരുന്നേ. കാരണം ലൂയ്ക്ക് നേന്ത്രപ്പഴം ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പോൾ പൊതുവെ ഫുഡൊന്നും കഴിക്കാത്ത സമയത്താണെങ്കിൽ ഇതിന്റെ തോലൂരിയിട്ട്. പിന്നെ അന്നത്തെ മാതിരി ബ്രേക്ക്ഫാസ്റ്റിന് അന്ന് ഇതുണ്ടാക്കില്ലേ, മറ്റേ വട്ടത്തിൽ അരിഞ്ഞിട്ട്. അതന്നെ, അത് വട്ടത്തിൽ വാട്ടുന്നത് ഇത് നമ്മൾ ഇടക്ക് കൊടുത്തോണ്ടിട്ടോ എനിക്ക്. ഓക്കെ, അത് ഓനിക്ക് തോന്നണം.
ഉം. നമ്മള് വലിയ കാര്യത്തില് ഒക്കെ എടുത്ത് വാട്ടിക്കൊണ്ടുവന്നിട്ട് ഓന് തിന്നിട്ടില്ലെങ്കിൽ എന്താക്കും? ചെറുപ്പം വിചാരിക്കും ഇവിടെ കള്ളം കയറിയിരിക്കണം. എല്ലാരും ഉറങ്ങി guys. എല്ലാവരും ചുറ്റുഭാഗത്ത് എല്ലാരും ഉറങ്ങി. എല്ലാവരും പിന്നെ നമ്മളെ പോലെ ഈ എന്താ പറയാ ഇത് ഫുഡ് കഴിച്ചിരിക്കുന്ന വിചാരിച്ചോ. രാത്രി ആയി കഴിഞ്ഞാൽ ഇവിടെ ഫുൾ സൈലന്റ്. അതെല്ലായിടത്തും അങ്ങനത്തെ എല്ലായിടത്തും അങ്ങനെയാണ്. എന്നാലും പുറത്ത് ഭയങ്കര ഇരുടാണ്. ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ല അറിയാം. ഇരുട് മാത്രല്ല, നല്ല തണുപ്പാ. ഇന്ന് നല്ല മഴ പെയ്തുക്ക്. പഴം മുറിച്ച് വെച്ചിരിക്കുന്നു. അയ്യോ, ഗ്യാസ് കത്തിക്കാൻ കണ്ടിട്ട്. ഇനി നമുക്ക് ചട്ടി വെക്കാം. ചട്ടി വെച്ചു. എന്താണ് നെയ്യ? നെയ്യാണ്. മീൻ മിച്ചിന്റെ നെയ്യ? മിച്ചിന് നെയ്യ് തീർന്നു നിൽക്കണോ അറിയൂല. കുറച്ചുണ്ട്. കണക്കി ഉണ്ട്. എന്താ മഞ്ഞ കളറ്? അത് മഞ്ഞപ്പൊടി ഇട്ടാ. ആണാ? മഞ്ഞപ്പൊടി ഇടും. ഇതൊക്കെ ഇത് നമ്മളിവിടെ മേടിക്കുന്നതാണ്. ഇത് മേടിക്കുന്നതാ. ഇത് വ്യവസായം പോലെ കൊണ്ടുവരുന്ന നെയ്യാ. പൊതുവേ നെയ്യ് നല്ലത് എനിക്കിഷ്ടം ഉണ്ടാക്കണ അല്ലെങ്കിൽ മിൽമന്റെ നെയ്യ്. മിൽമക്ക് പ്രൊമോഷൻ ഒന്നുമില്ല കേട്ടോ, പക്ഷെ മിൽമന്റെ നെയ്യാണ് കുറച്ചുകൂടി ടേസ്റ്റ്. അതുപോലെ മിൽമന്റെ ഒരു ബിസ്ക്കറ്റ് ഉണ്ട്, ബിസ്ക്കറ്റ്. അതിന്റെ അഡിക്റ്റ് ഞാൻ. ഒരു ടൈമിൽ കുറെ മേടിച്ചു വെച്ചിരുന്നു. അത് മേടിച്ചു വെച്ച് തിന്നിട്ട് എന്താ പറയാ നല്ല കുരു വന്ന്. നമുക്കിത് ഓരോന്ന് ഫ്രൈ ചെയ്തെടുക്കാം. വഴക്കെല്ലാരും വാട്ടുന്നതാണ്. ഞാൻ നിങ്ങൾക്കിത് വാട്ടുന്നത് കാണിച്ചു തരില്ല. ഞങ്ങളെ നൈറ്റ് ക്രേവിങ്സ് എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കിത് എപ്പോഴും ഉള്ള കാര്യം കേട്ടോ. ഞാൻ എപ്പോഴും എൻ്റെ ജാഫർ ഖാനോട് പറയും, നിങ്ങൾക്ക് വല്ല കോഴിക്കോടൊക്കെ ജനിച്ചാൽ പോരെയായിരുന്നു. കാരണം നമ്മൾക്ക് ഇവിടെ ഓർഡർ ചെയ്താൽ വരിക അങ്ങനെയൊന്നുമില്ലല്ലോ. എന്തുണ്ടോ അത് നമ്മൾ തിന്നണം. ചില സമയത്തൊക്കെ നമുക്ക് ഒന്നും ഉണ്ടാവില്ല നൈറ്റ് തിന്നാനൊന്നും. അപ്പം എനിക്ക് ദേഷ്യം കയറും. എനിക്ക് ജാഫർക്കാരോട് ദേഷ്യം വരും. ഞാനെന്ത് ചെയ്യാന്? എന്റെ വീട് കൽപ്പറ്റല്ലേ, അവിടെ ആയാലും ഇല്ലല്ലോ. അവിടെ ഇല്ല. അവിടെ നൈറ്റ് ഔട്ട് പോയാല് എന്താ കുറച്ച് തട്ടുകടയുണ്ട്. അല്ല, ഇപ്പൊ ഞമ്മക്ക് നൈറ്റ് പുറത്തു പോകാനുള്ള ഇതും ഇല്ല. മേപ്പാടി നമ്മള് മേപ്പാടി ടൗണില് ഉള്ള ഒരു ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാരും പെട്ടെന്ന് ടൗണൊക്കെ പെട്ടെന്ന്. മേപ്പാടി എന്നല്ല, മൊത്തത്തിൽ ഇപ്പൊ കോഴിക്കോടൊക്കെ പോയാല് ബീച്ച് എല്ലാം നമുക്ക് എന്താ പറയാ എപ്പോൾ വേണമെങ്കിലും ഫുഡ് ഓർഡർ ചെയ്യാം. നൈറ്റ് പുറത്ത് പോയി ഇപ്പം പിന്നെ ഇനി ഇവിടെ ഉണ്ടെങ്കിലും നമുക്ക് പുറത്തു പോകാൻ പറ്റില്ല. ഒന്നാമത് ലൂയി ഉള്ളതുകൊണ്ട് ഐസിൻ വിഷയമല്ല. ഐസിൻ ചെറുപ്പാൻ്റെയും മെച്ചിനെ കൂടെ കിടക്കുക. ഇന്ന് പറഞ്ഞ് ഞങ്ങളെ കൂടെ കിടന്നിട്ടുണ്ട്. അപ്പം കുറെ നേരത്തെ വന്നിട്ട് എന്നോട് ഇവിടെ കിടക്കട്ടെ, മറ്റേ റൂമിൽ കിടക്കാന്ന് പറഞ്ഞ, പക്ഷെ ഉറക്കിപ്പിച്ചാല് അവിടെ കിടക്കാം. ഉറക്കിയിട്ട് ഒറ്റയ്ക്ക് റൂമിൽ കിടക്കാൻ അത് ഞാൻ സമ്മതിച്ചില്ല. ജാഫർ ഖാനൊക്കെ എനിക്ക് പേടിയാ. കാരണം ഇങ്ങനെ രാത്രി എണീച്ചിട്ട് പേടിച്ചിട്ട് അങ്ങനെ ശീലാക്കണം. അത് ലൂയും കൂടെ ആയിട്ട് രണ്ടാളും കൂടെ ഒന്നിച്ച് കിടന്നോട്ടെ. ഒറ്റയ്ക്ക് കിടത്താൻ എനിക്കൊരു പേടിയാ. അപ്പൊ ഇതിങ്ങനെ വാടണം. ഇത് വിശപ്പല്ല കേട്ടോ, ക്രേവിങ്സ് ആണ്. ഒന്നില്ലെങ്കിൽ മധുരം കഴിക്കണം, അല്ലെങ്കിൽ എരിവ് കഴിക്കണം. ഇപ്പൊ എനിക്ക് മധുരം കഴിക്കാനായിരുന്നു. വേണ്ട, എടുത്തിട്ട് റൂമിൽ പോവാല്ലേ? അല്ല, ഇവിടുന്ന് കഴിച്ചിട്ട് ക്ലീൻ ചെയ്തിട്ട് പോവാലോ. കുഞ്ഞാമ്മനെ വിളിക്കണ്ട, ഉറങ്ങല്ലേ. ഉറക്ക് പോയാൽ പിന്നെ അതൊരു ഇതാണ്. അപ്പം ഇത് നല്ലോണം വാടട്ടെ. നല്ലൊരു ബ്ലാക്ക് കളറാവട്ടെ. പണ്ട് നോമ്പിനെ പൊലിച്ചൊക്കെ എണീറ്റൊരു ഫീലിംഗ് വരിക. നിങ്ങൾ പൊലിച്ചക്ക് പഴം വാട്ടിയല്ലോ എനിക്ക് പണ്ട് നോമ്പിന് ഇതല്ലേ ചോറല്ലേ തിന്ന? മീൻസ് ഞാൻ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഒക്കെ ഞാൻ നോമ്പിന് കല്യാണം കഴിക്കുന്നവരെ ഞാൻ പൊലിച്ചക്കിൽ ഇട്ടിട്ടില്ല. ഞങ്ങൾ എണീക്കില്ല. ഒന്ന് പൊരേന്നും മടിയാണ്, പിന്നെ
ഹോസ്റ്റലിൽ പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് പൊലച്ചക്ക് ഫുഡ് കിട്ടില്ല. ഞങ്ങൾക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 6 മണിക്ക് നോമ്പ് തുറന്നു കഴിഞ്ഞാൽ പിറ്റേന്ന് 6 മണിക്കാണ് ഞങ്ങൾ ഫുഡ് കഴിക്കുക. കാരണം ഞങ്ങൾ ഹോസ്റ്റലിൽ അതൊന്നും അങ്ങനെയൊന്നുമില്ല. നോമ്പ് തുറക്കാനുള്ള ഫുഡ് തന്നെ ഞങ്ങൾ പറഞ്ഞ് ഒരു സെറ്റ് ചെയ്തതാണ്. അതും വെജിറ്റേറിയൻ ആണ്. എന്താ പറയുക, നാരങ്ങ വെള്ളം അതാണ് കഴിച്ചെത്തിയിട്ടുണ്ടാവും. പിന്നെ റൈസ്, ദാല് കറി, അങ്ങനെ എന്തെങ്കിലും. അവിടുത്തെ പച്ചരിച്ചോറാണ്. ഞാൻ മൈസൂരാണ് പഠിച്ചത്. പച്ചരിച്ചോറാണ്. പച്ചരിച്ചോറാണ്. അങ്ങനെ അവിടെ നല്ലൊരു ചിക്കൻ കറി കിട്ടും, റോയൽ ചിക്കൻ കറി. അല്ലല്ല, ഒരു ഉപ്പാപ്പൻ്റെതാ. എന്ന് വെച്ചാല് ഒരു ഫുൾ കറിക്ക് 60 റുപ്പീസ്. മറ്റേ തട്ടുകടത്തെ ആ ചിക്കൻ കറിക്ക് 60 റുപ്പീസാണ്. അത് ഞങ്ങൾ ഡിവൈഡ് ചെയ്യും, 35 അപ്പോൾ 70 ഇല്ലേ, 30. അപ്പോൾ അതിൽ നല്ല ക്വാണ്ടിറ്റി ഉണ്ടാവും. നല്ല തിക്ക് ഗ്രേവിയാണ്. അതും അവിടുത്തെ റൈസ്, പച്ചരി റൈസ്, അടിപൊളിയാണ്. പിന്നെ ലാസ്റ്റൊക്കെ ആകുമ്പോഴേക്കും പൈസയൊക്കെ തീരും കയ്യത്തെ. പിന്നെ ഒപ്പിക്കും. പിന്നെ ഞങ്ങൾ നൂഡിൽസ്, പിന്നെ ഓർഡർ തന്നെ അധികം. ഒന്നാമത് വെജിറ്റേറിയൻ ആണ്. പക്ഷേ വെജിറ്റേറിയൻ ആണെങ്കിലും അവർക്ക് വെച്ച് നോക്കുമ്പോൾ സാമ്പാർ ഉണ്ടാവും, മോരുകറി ഉണ്ടാവും, രസം ഉണ്ടാവും, മോര് കാച്ചിയതുണ്ടാവും, തൈരുണ്ടാവും, ചപ്പാത്തി ഉണ്ടാവും. അവർക്ക് എല്ലാ ഫുഡും ഉണ്ടാവും. പക്ഷെ എനിക്ക് ഒന്നില്ല, എനിക്ക് സദ്യ വേണം, അല്ലെങ്കിൽ എനിക്ക് എന്തെങ്കിലും വേണം. അല്ല, നോർമലി ഹോസ്റ്റലിലത്തെ ഫുഡ് ഞങ്ങളധികം ഓർഡർ ചെയ്ത് കഴിക്കും. പൊലച്ചക്ക് ഫുഡില്ല. ഞാൻ പറഞ്ഞില്ലേ, പൊലച്ചക്ക് ഫുഡില്ല. 6 മണിക്ക് നോമ്പ് തുറക്കുമ്പോൾ കഴിച്ചാൽ പിന്നെ പിറ്റേന്ന് നോമ്പ് തുറക്കുക 6 മണിക്കേ ഫുഡ് കഴിക്കുള്ളൂ. ഞങ്ങൾക്കാണെങ്കിലോ നോമ്പിന്റെ സമയത്ത് കറക്റ്റ് എക്സാം. അപ്പൊ പിന്നെ നമുക്ക് ലീവ് എടുത്തിട്ട് വരാനൊന്നും പറ്റില്ല. അത് ഏകദേശം എല്ലാ കോളേജിലും ആ സമയത്ത് എക്സാം തോന്നുന്നു. പെരുന്നാളൊന്നും കിട്ടാറില്ലാന്ന് തോന്നുന്നു. നമ്മൾ കല്യാണം കഴിഞ്ഞിട്ട് ഫസ്റ്റത്തെ പെരുന്നാളും നമ്മൾ ഒന്നിച്ചല്ലായിരുന്നല്ലോ, ഓർമ്മ ഉണ്ടോ? എനിക്ക് എക്സാം എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ഫസ്റ്റ് പെരുന്നാളൊക്കെ മിസ്സായി പറഞ്ഞിട്ട്. നമ്മളെ കല്യാണം കഴിഞ്ഞത് ഞാൻ കോളേജിൽ ലാസ്റ്റ് ഇയർ പഠിക്കുമ്പോഴാണ്. അല്ല, തേർഡ് ഇയർ ലാസ്റ്റ്. ഹോസ്പിറ്റലിൽ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് അല്ല, അത് ഇന്റേൺഷിപ്പ് അല്ലേ. ഇന്റേൺഷിപ്പ് നമ്മൾ കല്യാണം കഴിഞ്ഞു. ഞാൻ പ്രഗ്നന്റ് ആയതിനു ശേഷമാണ് ഇന്റേൺഷിപ്പ് ചെയ്യാൻ. എന്നിട്ട് പിന്നെ കംപ്ലീറ്റ് ആക്കില്ല ഇന്റേൺഷിപ്പ്. ഇല്ല, ഒരു മാസം പോയി. പിന്നെ അത് കഴിഞ്ഞിട്ട് ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കംപ്ലീറ്റ് ആയി. ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ചെയ്തത്. നമുക്ക് നാട്ടിലേക്ക് ട്രാൻസ്ഫർ വാങ്ങാം. ഇവിടെ ചെയ്തു. പിന്നെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങി. എനിക്ക് പിന്നെ ഹോസ്പിറ്റൽ ജോബിന് പോകാൻ ഇൻട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ട് ഞാൻ അത് തിരഞ്ഞെടുത്തില്ല. അപ്പം എല്ലാവരും ചോദിക്കും, പിന്നെ നീ എന്തിനാ പഠിച്ചത്? അതൊക്കെ ബുദ്ധിയില്ലാത്ത സമയത്ത് തിരഞ്ഞെടുത്ത ഫീൽഡായിരുന്നു. പക്ഷെ എൻ്റെ ഫ്രണ്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. ഫെറീന മുന്നി, ഓള് വർക്ക് ചെയ്യുന്നുണ്ട്. ഇവര് 3 പേരും ഒരു സെറ്റ് ആയിരുന്നു. അപ്പൊ അങ്ങനെ 3 പേരും കൂടി, 3 പേര്, ഞങ്ങൾ 3 പേരും കാലിക്കറ്റ് പോയി. ഒരാൾ കാലിക്കറ്റ് പോയി. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സിൻ്റെ പേരാണ് ഒന്ന് മിൻഷ, ഒന്ന് നഹീന, ഒന്ന് ഫെറീന. ഒരു വീഡിയോ കാണുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. അതേപോലെ ഈ നൈറ്റ് ക്രേവിങ്സ് ഉള്ള ആരൊക്കെ ഉണ്ടോ അവരൊക്കെ കമൻറ്റ് ചെയ്യും വേണം. എന്നിട്ട് ഇതേപോലെ വന്ന് ഉണ്ടാക്കി തിന്നാറുണ്ടോ എന്നും കമൻറ്റ് ചെയ്യണം കേട്ടോ. അതെ, അതൊക്കെ ഇഷ്ടംപോലെ ഉണ്ടാവും. എല്ലാവരും പുറത്തേക്ക് പോകുന്നവരുണ്ടാവും. നമ്മള് വയനാട്ടിൽ ആയതുകൊണ്ട് കുറച്ച് പഞ്ചസാര ഓക്കെ.
എന്ത് ബോറടിക്കുന്നുണ്ടോ? ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഒരു കുറച്ചൊരു പഴുപ്പ് കുറവാ പഴത്തിന്, അതാണ് ഇത്ര വേവാൻ പ്രയാസം. ഓക്കെ, പഴംപൊരിക്കുള്ള പഴമാണ് നമ്മള് നൈറ്റ് ക്രേവിങ്സിൽ കിടന്നിട്ട് പഴംപൊരി അല്ലെങ്കിൽ ലൂയിന്റെ പഴം, ഒന്നില്ലെങ്കിൽ ലൂയിന്റെ പഴം അല്ലെങ്കിൽ പഴംപൊരിക്ക് പഴം. യെസ്, എനിക്ക് ഒന്നും കൂടെ ഡാർക്ക് ആവണം, അത് അതേപോലെ ആവണമായിരുന്നു. പക്ഷെ എനിക്ക് ക്ഷമയില്ല. പിന്നെ അതൊരു പച്ച പോലെ പഞ്ചസാര ഇട്ടത്, പഞ്ചസാര ഇട്ട് കഴിച്ചു നോക്കാം. ഒരു മിനിറ്റ് എന്താ പറ്റി? എന്താ ഇത് എന്ന് കൊണ്ടുവച്ചതാ? എന്താണ്? ഐസ്ക്രീം. ഐസ്ക്രീം എന്ത് ചെയ്യാ? ഐസ്ക്രീം ആയില്ല, നമ്മള് മറ്റേ പണ്ടത്തെ മറ്റേ പൈനാപ്പിൾ പൈനാപ്പിള് മറ്റേ വാട്ടിട്ട് കഴിക്കുന്ന ജസ്റ്റ് ഒന്ന് കഴിച്ചു നോക്കാം. അത് വെറൈറ്റി ആവും. കഴിച്ചിട്ട് പഴയ നമ്മൾ എവിടുന്നോ കഴിച്ചിക്കണല്ലോ. അത് ഇതന്നെ, അത് പൈനാപ്പിളും ഉണ്ടോ വാട്ടിയിട്ട്, പൈനാപ്പിളും പഴവും വാട്ടിയിട്ട്. ഫ്രണ്ട് ക്യാമറയിൽ പറ്റുന്നില്ല. അയ്യോ, ഫോട്ടോ എടുക്കട്ടെ. ഗൈസ്, ഇങ്ങനെ ഐസ്ക്രീം ഇട്ടു. അത് അടിപൊളി. ഐസ്ക്രീം എടുത്ത് ഫോട്ടോ എടുക്കട്ടെ. ഓക്കെ, അയ്യോ, ഒരു സ്പൂൺ കൊടുക്കട്ടെ. യെസ്, ആദ്യം ഞാൻ ടേസ്റ്റ് ചെയ്യാം. കപ്പിലിട്ടാല് ഇത് വൻ വെറൈറ്റി ആയി. പഴം വാട്ടാൻ വന്ന് കഴിച്ചിട്ട് ഇത് ഡെസേർട്ടായി. ചൂടും ടേസ്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ്. യെസ്, പിന്നെ ചൂടല്ല, നല്ല ഇത് കഴിച്ചോര് ഇഷ്ടം പോലെ ഉണ്ടാവും. പക്ഷെ നമ്മളിത് പൈനാപ്പിളും ഒക്കെ കൂടി മിക്സ് ആക്കിട്ടാ. കൂടുതൽ അഭിനയിക്കുന്നുണ്ടോ? നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അഭിനയം കിട്ടൂലല്ലോ. ഐസ്ക്രീം ഈ വീഡിയോ എങ്ങാനും എൻ്റെ ഐസി കണ്ടിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. ഐസി നേരത്തെ ഉറങ്ങിയിട്ടില്ല എന്ന് പറയാ. സെൽഫി പോലെ അങ്ങനെ കിട്ടില്ല. അങ്ങനെ വെച്ചോക്കെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ഗൈസ്, ഇതാണ് ഞങ്ങളുടെ നൈറ്റ് ക്രേവിംഗ്. ഇത് വലിയ നൈറ്റ് ക്രേവിങ്സ് എന്ന് പറയാൻ കാരണം നൈറ്റ് ക്രേവിങ്സ് എന്നല്ലേ പറയാ. പിന്നെ നൈറ്റല്ലേ ക്രേവിങ്സ് വരുന്നത്. പ്രഗ്നൻസി ക്രേവിങ്സ് എന്ന് പറയും. എനിക്ക് ലൂയിനെ പ്രസവിച്ച മുതലാണ് ഈ നൈറ്റ് ക്രേവിങ്സ് തുടങ്ങിയത്. കാരണം ലൂയി ഉറങ്ങാൻ 11 മണി 12 മണി 1 മണിയാവും. അപ്പൊ പിന്നെ ഈ 9 മണി 10 മണിക്ക് കിടക്കുന്ന പിന്നെ എനിക്ക് വിശക്കാണ്ട് വെക്കുമോ? ഓനെ ഉറക്കി എനിക്ക് ഇഷ്ടപ്പെടും. ഇന്ന് ഞാൻ നിന്നിട്ടെ. പഴം കുറച്ചും കൂടി മധുരം കാണുക. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യണം. ഇനി എനിക്കിതൊക്കെ കഴുകി വെക്കണം. പണിയുണ്ട്. അല്ലെങ്കിൽ ഉമ്മച്ചി രാവിലെ വരുമ്പം എന്നെ ഓടിക്കുള്ള പാത്രം പരത്തുന്നതല്ല. ഉമ്മച്ചിക്ക് എന്താണ് രാത്രി നമ്മൾ പാത്രം കഴുകാണ്ട് കിടക്കരുതെന്ന് എപ്പോഴും ഉമ്മച്ചി പറയും. ഫുള്ള് കഴുകി വെച്ചിട്ടാണ് കിടക്കുക. പക്ഷെ വെള്ളം തൊടാൻ എനിക്ക് മടിയാവുന്നുണ്ട്. നല്ല തണുപ്പാ, വെള്ളത്തിനൊക്കെ നല്ല തണുപ്പാ, നല്ല മഴയാണ്. അപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുക,
സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ ഇങ്ങനത്തെ ക്രേവിങ്സ് ഉള്ളവരും എന്ത് ചെയ്യാം, എന്താ പറയാ, തിന്നാൻ സമ്മതിക്കൂലേ, ഷെയർ ചെയ്യാം, കമൻറ്റ് ചെയ്യുക. ഒക്കെ ചെയ്തതിന് ശേഷം ഞാൻ പറഞ്ഞ പോലെ ഇതിങ്ങനെ വന്ന് ഉണ്ടാക്കി തിന്നുന്നവരും നൈറ്റ് ക്രേവിങ്സ് ഉള്ളവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, കാണാം. ബൈ ബൈ. ബൈ ബൈ.